പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വടകരയിൽ വീറുട്ട പ്രചാരണം നടക്കുകയാണ്. ഇപ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ നമുക്കൊപ്പം ചേരുന്നു. പ്രഫുൽ, ഇനി മണിക്കൂറുകൾ മാത്രമാണ് പരസ്യ പ്രചാരണം ഉള്ളത്. എന്താണ് പ്രതീക്ഷ? വടകരയിൽ അട്ടിമറി വിജയമുണ്ടാകും. വടകരയിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയായിട്ടും വടകര പാർലമെന്റ് മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാത്തവർക്ക് വോട്ടില്ല എന്ന് വടകരയിലെ വോട്ടർമാർ ഉറപ്പിച്ചിരിക്കുന്നു. വടകരയിലെ വോട്ടർമാർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി കൊടുത്തത് മാത്രമാണ്. അതുകൊണ്ട് അട്ടിമറി വിജയം ഞങ്ങൾക്കുണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. വടകരയിലെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ കരുത്തുറ്റ സ്ഥാനാർത്ഥികളാണ്. നോക്കൂ, എതിരാളികളുടെ കരുത്തല്ല കാര്യം, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെ രാഷ്ട്രീയ പാരമ്പര്യമോ അതൊന്നുമല്ല ഇവിടെ പ്രധാന അളവുകോലായി വരുന്നത്. ഇവിടെ വടകരയ്ക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? വടകരയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോൺഗ്രസും ജയിച്ചിട്ടുണ്ട്, CPM-ഉം ജയിച്ചിട്ടുണ്ട്. ഇന്നും 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും വികസനമില്ലാത്ത മണ്ഡലം ഈ വടകര മണ്ഡലമല്ലേ? ഇവിടുത്തെ കർഷകന്മാർക്ക് വേണ്ടി ഇവിടെ എന്തുണ്ട്? ഇവിടുത്തെ തീരദേശ മേഖലയിൽ ഇപ്പോഴും കുടിവെള്ളം എത്താത്ത മേഖലകളുണ്ട്. വന്യജീവി ശല്യത്തെ പ്രതിരോധിക്കാൻ ഈ മലയോര മേഖലകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും സൗകര്യമുണ്ടോ? ഇവിടെ ഏതെങ്കിലും ആശുപത്രി, ഇവിടെ ആരോഗ്യമന്ത്രിയായിരുന്ന ആളുടെ ആശുപത്രിയിൽ പോലും തുന്നിക്കെട്ടാനുള്ള നൂല് പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇവിടെ ചർച്ചയാക്കി. ഇവിടെ ചർച്ചയായത് മറ്റു പല വിഷയങ്ങളും. നോക്കൂ, ഞങ്ങൾ ഇതാണ് ചർച്ച ചെയ്തത്. ഞങ്ങൾ വടകര മണ്ഡലത്തിന്റെ വികസനമാണ് ചർച്ച ചെയ്തത്. ഞങ്ങൾ നടത്തിയ വികസന പദ്ധതികളാണ് ചർച്ച ചെയ്തത്. ഇരു മുന്നണികൾക്കും ഇവിടെ വികസന പദ്ധതികൾ ചർച്ച ചെയ്യാനില്ലാത്തത് കൊണ്ട് അവർ മറ്റു പലതും ചർച്ച ചെയ്യുന്നു. വടകരയിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് വടകരയിലെ ജനങ്ങളുടെ കൂടെ നിന്നത്, ആരാണ് കൊറോണ കാലം മുതൽ ഇവർക്ക് റേഷൻ കടയിലൂടെ 5 കിലോ അരിയും ഭക്ഷ്യധാന്യങ്ങളും തരുന്നത്, ആരാണ് കിസാൻ സമ്മാൻ നിധി തരുന്നത്. ഒരു വീട്ടമ്മ പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങളുടെ മകളെക്കാൾ എന്നോട് ഇഷ്ടം നരേന്ദ്രമോദിക്കാണ്. ഞങ്ങൾ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് 4 മാസം കൂടുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് 2000 രൂപ അയച്ചു തരുന്നത് മോദിയാണ്. ഞങ്ങളെ കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ച് ആ അമ്മ പറഞ്ഞതാണ്. ഇത് തന്നെയാണ് വടകരയിലെ എല്ലാ വോട്ടർമാരുടെയും അഭിപ്രായം. മോദിജി കൊടുത്തത് മാത്രമേ വടകരക്കാർക്ക് കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ തവണ 7.5% ആയിരുന്നു വോട്ട് ഷെയർ ബി.ജെ.പിയുടേത്. 80,000 ചില്ലുവാനം വോട്ട്, അതാണ് ഏറ്റവും ഉയർന്ന വോട്ട് ഇവിടുത്തെ. ഉറപ്പായും അത് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒട്ടും ആശങ്ക ഞങ്ങൾക്കില്ല. കാരണം ത്രിപുരയിൽ ഞങ്ങൾ അട്ടിമറി വിജയമുണ്ടാക്കിയത് ഗ്രാജുവൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഒന്നുമല്ല. രാഷ്ട്രീയത്തിൽ എപ്പോഴും അട്ടിമറിയാണ്, ചടുലമായ മാറ്റങ്ങളാണ് ഉണ്ടാകുക. ക്രമാനുഗതമായ വളർച്ചയിലല്ല ഒരു സ്ഥലത്തും രാഷ്ട്രീയ മാറ്റം ഉണ്ടായത്. അത് അട്ടിമറി വിജയം തന്നെയാണ്. ത്രിപുര അത് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? അട്ടിമറി വിജയമാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കുക. ത്രിപുരയേക്കാൾ വോട്ടിംഗ് പെർസെന്റേജ് ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായിട്ടുള്ള വാർത്ത ഇനി ഏതാനും ദിവസങ്ങളിലേ ഉള്ളൂ. ഓരോ മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോഴും മറ്റ് 2 സ്ഥാനാർത്ഥികൾ പോയതിനേക്കാൾ കൂടുതൽ മുക്കിലും മൂലയിലും ഞാൻ പോയിട്ടുണ്ട്. ആളുകളുമായിട്ട് നേരിട്ട് സംവദിച്ചിട്ടുണ്ട്. പരമാവധി നേരിട്ട് തന്നെ വോട്ടർമാരെ കണ്ടിട്ടുണ്ട്. എൻ്റെ നാടാണിത്, എൻ്റെ നാട്ടുകാരെ എനിക്ക് നന്നായിട്ടറിയാം. അവർ കൃത്യമായി പറയുന്നു. ഒരുപക്ഷെ CPM-ന് വേണ്ടിയും മറ്റതിനു വേണ്ടിയും പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടുണ്ടാവും. വോട്ട് BJP-ക്കാണ്, NDA-ക്കാണ്. കാരണം അവർക്കറിയാം ഞങ്ങൾക്ക് മാത്രമേ ഇനി വടകരയെ രക്ഷിക്കാൻ പറ്റൂ, കേരളത്തെ രക്ഷിക്കാൻ പറ്റൂ. അതാണ് വോട്ടർമാരുടെ പ്രതീക്ഷ. വിജയപ്രതീക്ഷ എന്ന് പറയുമ്പോഴും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വോട്ട് ഷെയർ ഉയർത്തുമോ? 1 ലക്ഷം കടക്കുമോ വോട്ട്? BJP ഇവിടെ വിജയിക്കും. ത്രിപുരയിൽ എങ്ങനെയാണോ അട്ടിമറി ഉണ്ടായത് അതേ അട്ടിമറി വടകര പാർലമെന്റ് മണ്ഡലത്തിലും ഉണ്ടാകും. ഞങ്ങൾ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത്, വിജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. BJP കേരളത്തിൽ 2 അക്കത്തിലുള്ള സീറ്റുകൾ BJP നേടും. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ കേരളത്തിൽ പല മാധ്യമങ്ങളും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞ മാധ്യമങ്ങളാണ് അല്ലേ? ഇക്കൊല്ലമാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവില്ല എന്നുള്ള ഒരു പൊതു നിഗമനത്തിലേക്ക് മാധ്യമങ്ങൾ എത്തിയത്. അപ്പോൾ ആ മാധ്യമങ്ങൾ നിങ്ങളോട് ഞാൻ എന്താ പറയേണ്ടത്? അട്ടിമറിയാണ് വടകരയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. വടകരയിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. വടകരയിൽ മറ്റു വിഷയങ്ങൾ ചർച്ചയായതിന് ബി.ജെ.പി സ്ഥാനാർത്ഥി എങ്ങനെയാണ് കാണുന്നത്? അതൊക്കെ ചൂട് പിടിച്ചപ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥി കളത്തിലില്ലാതെ പോയൊരു സാഹചര്യം ഉണ്ടായോ? നോക്കൂ, ഈ അപവാദ പ്രചരണത്തിന്റെ കളത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. ആ കളത്തിൽ ഞങ്ങൾ വേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന കളത്തിൽ എന്തിനാണ് എനിക്ക് സ്പേസ്? എനിക്കതിൽ താല്പര്യമില്ല. ഞങ്ങൾക്ക് ഡെവലപ്മെന്റിനെ പറ്റി ചർച്ച ചെയ്യുന്നു, ഞങ്ങൾ ആ കളത്തിലുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നഗ്ന വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും അത്തരം നിലവാരമില്ലാത്ത ചർച്ചകളിൽ എന്തിനാണ് BJP-ക്ക് സ്പേസ്? ഞങ്ങൾക്ക് ദയവ് ചെയ്ത് ആ സ്പേസ് വേണ്ട. വടകരയിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ഡെവലപ്മെന്റോ മറ്റ് വിഷയങ്ങളോ ചർച്ചയില്ലാത്തതുകൊണ്ടാണ് ഇത്തരം നിലവാരമില്ലാത്ത വിഷയങ്ങൾ ചർച്ചയാവുന്നത്. പിന്നെ സൈബർ അറ്റാക്കിന്റെ കാര്യത്തിൽ CPM-ഉം ഒരുപോലെയാണ്, കോൺഗ്രസും ഒരുപോലെയാണ്. KS ചിത്രക്കെതിരായിട്ട് എന്ത് അസഭ്യമാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. അതിൽ ഒരേപോലെ ഈ 2 പ്രൊഫൈലുകൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം മാന്യന്മാർ, പരിശുദ്ധന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും
നിലവിളിക്കുക, കരയുക. പത്രസമ്മേളനത്തിൽ പലരും കരഞ്ഞു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ കരഞ്ഞിട്ട് കാര്യമില്ല. നോക്കൂ, കെ കെ രമയെ എത്ര മോശമായിട്ടാണ് CPM അധിക്ഷേപിച്ചത്. അന്നേരം ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ. ഇത് ഏത് പാർട്ടിയാണെങ്കിലും സ്ത്രീകൾക്കെതിരായിട്ട് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ഒട്ടും ചേർന്നതല്ല. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല. അത്തരം നിലവാരം കുറഞ്ഞ ചർച്ചകൾ നിർത്തണം. പേര് വരാൻ വേണ്ടിയിട്ട് ഇത്തരം നിലവാരം കുറഞ്ഞ ചർച്ചകൾ എന്തിനാ കൊണ്ടുപോകുന്നത്? മറിച്ച് വടകരയിലുള്ള വോട്ടർമാർക്ക് എന്തൊക്കെ കൊടുത്തു അതിനെപ്പറ്റി ചർച്ച ചെയ്യുക. വടകരയ്ക്ക് എന്തൊക്കെ വികസനം വേണം അതിനെപ്പറ്റി ചർച്ച ചെയ്യുക. വടകരയുടെ അത്ര ടൂറിസം സാധ്യതയുള്ള മണ്ഡലം വേറെയുണ്ടോ? നിങ്ങൾ പോയിട്ടുണ്ടോ? കാപ്പാട് മുതൽ തലശ്ശേരി വരെ 5 8 ബീച്ചുണ്ട്. ഈ 8 ബീച്ചുകളുണ്ടല്ലോ, എണ്ണം പറഞ്ഞ ബീച്ചുകളാണ്. ഒരുപക്ഷെ ഗോവയേക്കാൾ സുന്ദരമാണ് ഞങ്ങളുടെ ഈ വടകര. ഞങ്ങളുടെ വടകരയിലെ കുറ്റ്യാടി തേങ്ങ ഉണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും നല്ല തേങ്ങയാ. ആ തേങ്ങയെ ബ്രാൻഡ് ചെയ്തിരുന്നെങ്കിലുണ്ടല്ലോ ഇന്ന് ഈ നാളികേര കർഷകന്മാരുടെ ജീവിതം മറ്റൊന്നായേനെ. ഇന്ന് 65 പൈസയാണ് കോക്കനട്ട് ഷെല്ലിന് കിട്ടുന്നത്. അത് പുറത്ത് കൊണ്ടുപോയി വെക്കുന്ന എന്തിനാണെന്നറിയോ? ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കാൻ. അതാണ് ഖനികളിൽ ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ നാളികേര കർഷകർക്ക് അതിന്റെ ഒരു ഗുണവും കിട്ടുന്നില്ല. നാളികേര കർഷകന്മാർക്ക് വേണ്ടി പദ്ധതികളുണ്ട്. ഇവിടെ വിലങ്ങാട് നിന്ന് വയനാട്ടിലേക്ക് ഒരു റോഡുണ്ട്, ചുരമില്ലാതെയുള്ള റോഡ്. പൂഴിത്തോട് നിന്ന് വയനാട്ടിലേക്ക് റോഡുണ്ട്, അതിലും ചുരമില്ല. ഈ 2 റോഡുകളെ പറ്റി എന്താ ഇവർ മിണ്ടാത്തത്? 2 സ്ഥാനാർത്ഥികളും 94-ൽ തറക്കല്ലിട്ടതാ. ചുരമില്ലാതെ വയനാട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിട്ട് പിണറായി സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് പശ്ചിമഘട്ടത്തിനെ തുരന്നിട്ട് 2200 കോടിയുടെ പദ്ധതിയാണ്. ഈ പദ്ധതിക്ക്, ഈ 2 പദ്ധതികൾക്കും 500 കോടിക്ക് താഴെ വേണ്ടു. 6 കിലോമീറ്റർ എക്വിസിഷൻ ഉള്ളൂ. എന്താ ഇത്തരം ഡെവലപ്മെന്റിനെ പറ്റി ചർച്ച ചെയ്യാത്തത്? ഈ 2 റോഡുകൾ വന്നിരുന്നെങ്കിൽ ഈ വടകര മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറും. അപ്പോൾ അതൊന്നും പറയാൻ ഇവർ 2 കൂട്ടർക്കും ആകില്ല. അതുകൊണ്ടാണ് നിലവാരമില്ലാത്ത ചർച്ചകളിലേക്ക് പോകുന്നത്. യുവമോർച്ച അധ്യക്ഷൻ മത്സരിച്ചിട്ടും BJP പ്രചാരണം അത്ര പോരാ വടകരയിൽ എന്നൊരു സംസാരമുണ്ട്. BJP ഒറ്റക്കെട്ടായാണോ തെരഞ്ഞെടുപ്പിനെ ഇവിടെ നേരിട്ടത്? ഒറ്റക്കെട്ടായിട്ടാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല, നാട്ടുകാർക്കും അങ്ങനെ അഭിപ്രായമില്ല. രേണുകൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു അഭിപ്രായം വന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ തുടക്കം മുതലേ ഞാൻ പറഞ്ഞല്ലോ, 2 സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ എല്ലാ മണ്ഡലങ്ങളുടെ മുക്കിലും മൂലയിലും ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അത് വോട്ടർമാർ പറയുന്നുണ്ട്, അത് മാധ്യമപ്രവർത്തകരും പറയുന്നുണ്ട്. ഓരോ ആളുകളെ കാണുമ്പോഴും അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, ഉത്സവത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ വോട്ടർമാരെ പരമാവധി കാണാൻ തന്നെയാണ് ശ്രമിച്ചിരിക്കുന്നത്. എൻ്റെ നാടാണ്, എനിക്കറിയാലോ. ഇവിടുത്തെ മുക്കും മൂലയും എനിക്കറിയാം. നല്ല രീതിയിൽ ഞങ്ങളോട് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഗ്രൗണ്ട് റിയാലിറ്റി, ഗ്രൗണ്ടിലുള്ള സ്പാർക്ക് എന്താന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. രാവിലെ മുതൽ അർദ്ധരാത്രി വരെ പ്രചരണ രംഗത്തുണ്ട്. അതുകൊണ്ട് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്, മിറാക്കിൾസ് വടകരയിൽ ഉണ്ടാകും. ശരി, വടകരയിൽ അട്ടിമറി വിജയം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വടകരക്കാരൻ എന്ന ആനുകൂല്യം തനിക്ക് ഈ മണ്ഡലത്തിലുണ്ട് എന്ന് BJP സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നു. വടകരയിൽ നിന്നും ക്യാമറമാൻ വിനോദിനൊപ്പം MG രേണു.